അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ സൂറത്തായ സൂറത്തുൽ ആദിയാത്ത് ആണ് പഠിക്കുന്നത്. സൂറത്തുൽ ആദിയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചു എന്നാണ് പ്രബലമായ അഭിപ്രായം. ഈ സൂറയിൽ ആകെ 11 സൂക്തങ്ങളാണുള്ളത്. വളരെ സുന്ദരമായ സൂറയാണ്. ഒരു വ്യത്യസ്തമായ ശൈലിയിലാണ് അല്ലാഹു തആല ഈ സൂറയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഒരു കുതിരയുടെ 5 സീൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഒരു പടക്കുതിരയാണ്. അത് പടക്കളത്തിലേക്ക് കുതിച്ചു മുന്നേറുന്ന 5 സീൻ വളരെ സുന്ദരമായിട്ട് നമ്മുടെ മുമ്പിൽ അള്ളാഹു അവതരിപ്പിക്കും ആദ്യ 5 സൂക്തങ്ങളിൽ. പിന്നീട് അതിനെ മനുഷ്യനുമായിട്ട് കണക്റ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ മനുഷ്യൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നന്ദി കാണിക്കാത്തവനായത്? ഈ വിഷയമാണ് തുടർന്നുള്ള 3 ആയത്തുകളിൽ. പിന്നെ വരുന്ന 3 ആയത്തിലെ അത് പരലോകവുമായിട്ട് കണക്റ്റ് ചെയ്യാൻ. നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ മക്കീ സൂറത്തുകൾ അടിസ്ഥാനപരമായി വിശ്വാസ കാര്യങ്ങളിലാണല്ലോ ഊന്നി നിൽക്കുന്നത്. അതിൽ ഈ സൂറയും പരലോകവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നു. സൂറത്തു തക്കാസുർ, സൂറത്തുൽ ഖാരിഅ പോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ച സൂറത്തുകൾ പോലെ തന്നെ പരലോകത്തിലേക്കാണ് ഈ സൂറയും ചെന്നു ചേരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അൽ ആദിയാത്ത് എന്നാണ് സൂറയുടെ പേര്, അല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്നവ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അൽ ആദിയാത്ത്. ഈ വാക്കിൽ അവസാനത്തെ 2 അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോ? അലിഫും തായുമാണ്, അല്ലേ? ഇതേപോലെ അവസാനിക്കുന്ന ഇതേ ശൈലിയിൽ വാക്ക് വരുന്ന വേറെ സൂറത്തുകൾ നിങ്ങളൊന്ന് അന്വേഷിക്കോ ഖുറാനിൽ? ഒന്ന് ഞാൻ പറയാം. ഇതേ ജുസ്ഇൽ അന്നാസിആത്ത്, അല്ലേ? ഇതേപോലെ ഇനിയും 2 സൂറകളെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആ സൂറകളൊന്ന് നോട്ട് ചെയ്യണം. ഈ സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു തആല സവിശേഷമായ ഒരു ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. 5, അതുപോലെ 3, പിന്നെയും 3, ഇങ്ങനെ 13 സൂക്തങ്ങളായിട്ട് ഈ സൂറ വേറിട്ട് നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കും. നമുക്ക് സൂറ പാരായണം ചെയ്തിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖ്ആ فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. സൂറ ആരംഭിക്കുന്നത് വാവ് എന്ന അക്ഷരം കൊണ്ടാണ്, അല്ലേ? ഈ അക്ഷരത്തിൽ തുടങ്ങുന്ന വേറെ ഏത് സൂറയാണ് നമ്മൾ പഠിച്ചത്? വൽ അസ്ർ, ഓർക്കുന്നില്ലേ? എന്തായിരുന്നു ആ വാവിൻ്റെ ഉദ്ദേശം? സത്യം ചെയ്യുക എന്നതാണ്. ആ വാവിനൊരു പേര് പറിച്ചത് ഓർക്കുന്നുണ്ടോ? വാവുൽ ഖസ്ം, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവാണ്. ഏതുപോലെ? വല്ലാഹി, അല്ലാഹു ആണ് സത്യം. വൽ അസ്ർ, കാലം സത്യം എന്ന പോലെയാണ്. വേറെ ഏതൊക്കെ സൂറത്തുകളാണ് വാവ് കൊണ്ട് തുടങ്ങുന്നത് എന്നത് നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി പരിശോധിക്കണം. വത്തീൻ, വദ്ദുഹ, ഇങ്ങനെ കുറേ സൂറകൾ നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിരുന്നു, അല്ലേ? വൽ ആദിയാത്തി ളബ്ഹ, ഇങ്ങനെയാണ് തുടക്കം. അദാ യഅദു, ഇവിടെ അർത്ഥം ഓടുക എന്നാണ്.
ആദിയത്ത് ഓടുന്നത്, ഓടുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ ബഹുവചനാണ്, പ്ലൂറലാണ് ആദിയാത്ത് എന്നത്. വൽ ആദിയാത്ത് ഓടിക്കൊണ്ടിരിക്കുന്നവ സത്യം. എങ്ങനെ ഓടുന്നത്? ലബ്ഹൻ കുതിച്ച് കിതച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. കിതക്കുക എന്നാണ് ലബഹ എന്ന വാക്കിൻ്റെ അർത്ഥം. ചില ജീവികൾ, ചില മൃഗങ്ങൾ അങ്ങനെയല്ലേ, ഇപ്പോൾ പട്ടിയൊക്കെ അങ്ങനെയാണല്ലേ, വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതേപോലെ ഉള്ള ഒരു മൃഗമാണ് കുതിര. ഒട്ടകം അങ്ങനെ കിതക്കുന്ന ജീവിയല്ല. ചില പണ്ഡിതന്മാർ ഇവിടെ ഉദ്ദേശം ഒട്ടകമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടകം പൊതുവെ അങ്ങനെ കിതക്കുന്ന ജീവിയല്ലത്രേ, മറിച്ച് കുതിര കിതച്ചുകൊണ്ട് ഓടുന്ന ജീവിയാണ്. വൽ ആദിയാത്ത് ഓടിക്കൊണ്ടിരിക്കുന്നവ. ലബ്ഹൻ എന്ന് പറയുമ്പോൾ അത് ഒരു അവസ്ഥയെ ചിത്രീകരിക്കുകയാണ്. ലൈവായിട്ട് ആ ഒരു കുതിര ഇങ്ങനെ കിതച്ച് കുതിച്ച് നമ്മുടെ മുമ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ കുതിരയുടെ ഓട്ടം കാണാനായിട്ട്, അല്ലേ? ഒരു പ്രത്യേക സൗന്ദര്യവും കരുത്തും പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും കുതിര ഓട്ടം. ഏത് കുതിരയാണിത്? ഇതൊരു പടക്കുതിരയാണ് എന്ന് ഈ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൽ ആദിയാത്തി ലബ്ഹൻ കുതിച്ച് കിതച്ച് പായുന്ന കുതിരയെക്കൊണ്ട് സത്യം എന്നാണ് ഒന്നാമത്തെ ആയത്ത്. ഇനി രണ്ടാമത്തെ ആയത്ത് ഫൽമൂരിയാതി ഖദ്ഹ. ഫ അങ്ങനെ, അൽ മൂരിയാത്ത് തീപ്പൊരി പറത്തുന്നവ, ഖദ്ഹൻ കുളമ്പ് ഉരസിയിട്ട്, ഔറ യുരി തീപ്പൊരി പറത്തി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ കർത്തൃരൂപമാണ് മൂരിയത്ത്, മൂരിയാത്ത് തീപ്പൊരി പറത്തുന്നവ. ഖദ്ഹൻ, ഖദ്ഹ ശരിക്കും കുളമ്പിനാണ് പറയാം. ഖദ്ഹൻ എന്ന് പറയുമ്പോൾ കുളമ്പ് പാറയിൽ ഉരസിയിട്ട് തീപ്പൊരി പറത്തുന്നവ എന്നാണ് ആശയം. കുളമ്പ് പാറയിൽ ഉരസുമ്പോൾ തീപ്പൊരി ഉണ്ടാകുമോ? അപ്പോൾ കുളമ്പിൽ ഇങ്ങനെ പടക്കുതിരകൾക്കൊക്കെ അതിശീഘ്രം ഹൈ സ്പീഡിൽ ഓടുന്ന കുതിരകൾക്കൊക്കെ അതിൻ്റെ കുളമ്പ് തേഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ലോഹത്തിൻ്റെ ഒരു കവറിങ് ഇടും. അപ്പോൾ അത് പാറയിൽ ഉരസുമ്പോൾ തീപ്പൊരി പറക്കും, അല്ലേ? ഫൽ മൂരിയാത്തി ഖദ്ഹ. അങ്ങനെ, എന്നിട്ട് കുളമ്പ് പാറയിൽ ഉരസിയിട്ട് തീപ്പൊരി പറത്തുന്ന കുതിരകളാണ് സത്യം. ഇപ്പോൾ രണ്ട് സീനായി, അല്ലേ? കുതിച്ച് കിതച്ച് പായുന്ന കുതിര, അതേപോലെ കുളമ്പ് പാറയിൽ ഉരസിയിട്ട് തീപ്പൊരി പറത്തുന്ന കുതിര എന്നതാണ്. ആദ്യത്തേത് വാവാണ്, പിന്നീട് വരുന്നതൊക്കെ ഫായാണ് എന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ വാവ് സത്യം ചെയ്യലാണ്, പിന്നെ ഫ വരുമ്പോൾ അതിനെ തുടർന്ന് പിന്നെ എന്താണ് അതിന് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് പറയാണ്. മൂന്നാമത്തെ സീന് ഫൽ മുഗീറാത്തി സുബ്ഹ. ഫ അങ്ങനെ, എന്നിട്ട് അൽ മുഗീറാത്ത് അഗാറ യുഗീറു ആക്രമണം നടത്തി എന്നാണ്. മുഗീറ ആക്രമണം നടത്തുന്ന ജീവിയാണ്, ആക്രമണം നടത്തുന്നത്. മുഗീറാത്ത് അതിൻ്റെ ബഹുവചനാണ്. ഫൽ മുഗീറാത്ത് അങ്ങനെ ആക്രമണം നടത്തുന്നവ. സുബ്ഹൻ, സുബ്ഹൻ പ്രഭാതവേളയിൽ. സുബ്ഹ് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്, അല്ലേ? ഈ ഭാഗത്ത് പരിചയമുള്ള പദങ്ങൾ വളരെ കുറവാണ്. ഫൽ മുഗീറാത്തി സുബ്ഹ പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നവ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. കുതിര സ്പീഡിൽ ഓടുമ്പോൾ അതിൻ്റെ കാല് കുളമ്പ് പാറയിൽ ഉരസുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന തീപ്പൊരി കാണാൻ സാധിക്കുക? അത് വളരെ മൈന്യൂട്ടായ, വളരെ സൂക്ഷ്മമായൊരു കാര്യമല്ലേ, എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ ഈ അടുത്ത ആയത്ത് അതിൻ്റെ ഒരു മറുപടി നൽകുന്നുണ്ട്. ഫൽ മുഗീറാത്തി സുബ്ഹൻ പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്ന കുതിരയാണ്. അങ്ങനെ പ്രഭാതത്തിൽ ആക്രമണം നടത്തണമെങ്കിൽ ഈ കുതിര എപ്പോൾ പുറപ്പെടണം? തലേന്ന് രാത്രി പുറപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ രാത്രിയിലെ അതിൻ്റെ ഓട്ടത്തിനിടയിലാണ് കുളമ്പ് പാറയിൽ ഉരസിയിട്ട് തീപ്പൊരി പറക്കുന്നത് നമ്മൾ കണ്ടത് എന്നതാണ്. ഫൽ മുഗീറാത്തി സുബ്ഹൻ അങ്ങനെ പ്രഭാതത്തിൽ അത് ഉദ്ദേശിക്കുന്ന നാട്ടിൽ എത്തിച്ചേരുകയും എന്നിട്ട് ഉടനെ ആക്രമണം നടത്തുകയും ചെയ്യും. എന്താ കാരണം? രാവിലെ ആ നാട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് റെഡിയായി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം മിന്നലാക്രമണം നടത്താണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് മറ്റൊരു സീന്, നാലാമത്തെ ആയത്ത് അസാറ യുസീറു ഇളക്കി വിട്ടു എന്നാണ് അർത്ഥം. ഫ അങ്ങനെ, അസർന അവ ആ പടക്കുതിരകൾ ഇളക്കി വിടുന്നു, ബിഹി അവിടെ ആ യുദ്ധക്കളത്തിൽ,
നഖ്അൻ പൊടിപടലങ്ങൾ ഇളക്കി വിടുന്നു. സ്പീഡിൽ ചെന്ന് പെട്ടെന്നത് ബ്രേക്ക് ചെയ്യുമ്പോൾ ചുറ്റിലും പൊടി ഇങ്ങനെ പാർക്കൂലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ ഫവസത്ന ബിഹി ജംആ, ഫ എന്നിട്ട് വസത യസിത്തു, അത് മധ്യത്തിൽ പ്രവേശിച്ചു എന്നാണ്. വസ്ത് മധ്യം. ഫവസത്ന അവ മധ്യത്തിൽ പ്രവേശിക്കുന്നു, ബിഹി അവിടെ ആ പടക്കളത്തിൽ, ജംഅൻ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പ്രവേശിക്കുന്നു. ജമഅ നേരത്തെ നമ്മൾ പഠിച്ചൊരു വാക്കാണ്, അല്ലദീ ജമഅ മാലം വഅദ്ദദ, സൂറത്തുൽ ഹുമസ അല്ലേ. ജമഅ ഒരുമിച്ച് കൂട്ടി എന്നാണ്. ജംഅ എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടം എന്നാണ് അർത്ഥം, ഒരുമിച്ച് കൂടിയ ആൾക്കൂട്ടം. ജുമുഅ അറിയാലോ എന്താണ്, വെള്ളിയാഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാണ് പള്ളിയിൽ, അതിനാണ് ജുമുഅ എന്ന് പറയുന്നത്. അപ്പോൾ ഫവസത്ന ബിഹി ജംഅ, അങ്ങനെ ഈ പടക്കുതിര ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ചെന്ന് നിൽക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ 5 സീൻ നന്നായിട്ട് മനസ്സിലുണ്ടാവണം. വൽ ആദിയാത്തി ലബ്ഹ, കുതിച്ച് കിതച്ച് പായുന്ന കുതിരയാണ്. ഫൽ മൂരിയാത്തി ഖദഹ, കുളമ്പ് പാറയിലുരസി തീപ്പൊരി പറത്തുന്നവ. ഫൽ മുഗൈറാത്തി സുബ്ഹ, പ്രഭാതവേളയിൽ ആക്രമണം നടത്തുന്നവ. ഫ അസർന ബിഹി നഖ്അ, അങ്ങനെ ആ പടക്കളത്തിൽ പൊടിപടലങ്ങൾ ഇളക്കി വിടുന്നവ. ഫവസത്ന ബിഹി ജംഅ, എന്നിട്ട് ജനമധ്യത്തിൽ സമൂഹ മധ്യത്തിൽ ചെന്ന് നിലയുറപ്പിക്കുന്ന കുതിര. എങ്ങനെയുണ്ട്, നല്ല സ്ട്രോങ് കുതിരയല്ലേ. അപ്പോൾ ഈ കുതിര എന്തിനാ അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്? ഈ കുതിരയ്ക്ക് അതിൻ്റെ യജമാനൻ എന്താ കൊടുക്കുക? അതിന് തീറ്റ കൊടുക്കും, പുല്ല് കൊടുക്കും അല്ലേ, ഭക്ഷണമൊക്കെ കൊടുക്കും. പക്ഷെ അതിന് പകരം ഈ കുതിര എന്താ നൽകുന്നത്? അതിൻ്റെ ജീവൻ നൽകാൻ സന്നദ്ധയാവുകയാണ് അല്ലേ. അങ്ങനെയാണ് പടക്കളത്തിൽ നേരെ കടന്ന് ചെല്ലുകയാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് ആക്രമണം നടത്തുകയാണ്. അപ്പോൾ മനുഷ്യൻ അള്ളാഹു എന്തൊക്കെ നൽകുന്നുണ്ട്? ജീവിതം മുഴുവനും അള്ളാഹു തന്നതാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് നമ്മൾ അതേപോലെ അനുസരണം കാണിക്കാറുണ്ടാവും. ആലോചിച്ച് നോക്കൂ. നിസ്കാരമാവട്ടെ, അതല്ലെങ്കിൽ ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് നന്മകളില്ലേ, ആ നന്മകൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധാകുന്നുണ്ടാവും. അതേസമയം വെറും ഒരു ഭക്ഷണം കിട്ടുന്ന കുതിര അതിൻ്റെ യജമാനന് വേണ്ടി ജീവൻ കളയാൻ സന്നദ്ധമാകാണ്. ഇതാണ് ഈ ആയത്തുകളുടെ ഒരാശയം. മറ്റൊരാശയം എന്താണെന്നറിയാം? അറബികൾ ഭയങ്കര അറ്റാക്കിംഗ് പവറുള്ള ആൾക്കാരാണ്, ആക്രമണോത്സുകരാണ് അവർ അല്ലേ. മറ്റ് ഗോത്രങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക, കൊള്ളയടിക്കുക, ആൾക്കാരെ കൊല്ലുക, ഇതൊക്കെ അവർക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമല്ലേ ഈ കുതിര. പക്ഷേ അതുപോലെ തന്നെ യുദ്ധം ചെയ്യാനുള്ള കഴിവ്. പക്ഷെ ഇവരെന്താ ചെയ്യുക? ഇതൊക്കെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഈ 2 ആശയങ്ങൾ ആണ് അള്ളാഹു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആ പടക്കുതിര കാണിക്കുന്ന നന്ദി ബോധം പോലും മനുഷ്യൻ കാണിക്കുന്നില്ല. രണ്ടാമത്തേത്, അള്ളാഹു നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് പടക്കുതിരയും യുദ്ധപാഠവും. പക്ഷേ അത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ പറയാനാണ് അള്ളാഹു താല പടക്കുതിരയെ ഉപമിച്ചുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് ഈ സൂറയിൽ 5 ആയത്തുകൾ അവതരിപ്പിച്ചു. ഇനി അടുത്ത ആയത്തുകളോട് കണക്ട് ചെയ്യുമ്പോൾ പരസ്പര ബന്ധം കൂടുതൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു താല ഖുർആനിലെ ആശയങ്ങളെ യഥാവിധി അറിയാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.